Voice of God. God through Evangelist Shaji Joseph. എഴുന്നേൽക്ക് എഴുന്നേൽക്ക് യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക് എഴുന്നേൽക്ക് യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം. പ്രിയരെ, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എറണാകുളം പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ വെച്ച് നടന്ന സ്പിരിച്വൽ ബൈബിൾ കോൺഫറൻസിലെ മറയപ്പെട്ട ദൈവരായത്തിലെ സ്നേഹത്തിന്റെ പരീക്ഷ എന്ന ഈ സന്ദേശത്തിലൂടെ എന്താണ് ഇടുക്കുവാതിലെന്നും ജീവങ്കിലേക്ക് പോകുന്ന വഴി എങ്ങനെ കണ്ടെത്താമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു: എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരായത്തിൽ കിടക്കുന്നത്. അനുഗ്രഹീതമായ ഈ സന്ദേശം കേട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നമുക്ക് ചെയ്യാം. പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. ചെറിയാട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മളോടുകൂടെ ദൈവമുണ്ടോ? നമ്മളാ ഭൂരിപക്ഷം. മനസ്സിലായോ? ഹല്ലേലൂയ. കേട്ടത് പോയി പറയണം. ജീവനെ നേടുവാനുള്ള വില ജീവനാ. ദൈവരാജ്യത്തിലെല്ലാം വില കൊടുക്കണം കേട്ടോ. ഈ സൈഡിലൊന്നും വില വേണ്ട. സാൽവേഷൻ സൈഡിലൊന്നും വില വേണ്ട. ഫ്രീയാ. ദൈവരാജ്യത്തിന്റെ സൈഡിലൊക്കെ വിലയാ. ആമേൻ. ഹല്ലേലൂയ. വില കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നേ. അല്ല, ഇല്ലാത്തവരോടല്ല കർത്താവ് ചോദിക്കുന്നത്, ഉള്ളവരോടെ കർത്താവ് ചോദിക്കുന്നേ. ലഹോദിക്യ സഭയോട് കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാം. അതിന്റെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 18-ാം വാക്യം, അതിന്റെ 17-ഉം 18-ഉം വായിച്ചോ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നും അറിയാതിരിക്കാൻ നീ സമ്പന്നൻ ആകേണ്ടതിന് തീ ഊരിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേഖവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ആരായി ബുദ്ധി ഉപദേശിക്കണേ? ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞ ആരാ? യേശു. അടുത്തൊരു ബുദ്ധി ഉപദേശിക്കുക. ആരോടാ ബുദ്ധി ഉപദേശിക്കണേ? സഭയോട്. സഭയോട് ബുദ്ധി ഉപദേശിക്കുക. ഞാൻ നിന്നെ ബുദ്ധി ഉപദേശിക്കാം. കാരണം നീ ചിലതൊക്കെ വിലയ്ക്ക് വാങ്ങണം. പറഞ്ഞേ, ഞാൻ ചിലതൊക്കെ വിലയ്ക്ക് വാങ്ങണം. ഞാൻ ചിലതൊക്കെ വിലയ്ക്ക് വാങ്ങണം. അപ്പൊ വില ആര് ചോദിക്കുന്നുണ്ട്? കണ്ടോ? യേശു ചോദിക്കും. നിങ്ങൾ കണ്ണെടുത്തൊക്കെ യേശു വില ചോദിക്കുക. നീ ചിലതൊക്കെ വിലയ്ക്ക് വാങ്ങ. അപ്പോ ഇതുവരെ കർത്താവായ യേശു ക്രിസ്തു ഒരു വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയുടെ ദർശനം ദൈവരാജ്യമാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഇന്ന് മനുഷ്യൻ പ്രാപിക്കാത്തതിന്റെ കാരണം എന്താ? വില കൊടുക്കത്തില്ല. സ്വിഫ്റ്റ് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നാഷണൽ ഹൈവേകളിൽ പോകുമ്പോ മാരുതിയുടെ ഷോറൂമിൽ കിടക്കുന്നുണ്ട്, സംഭവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അത് ഓടിക്കാൻ പറ്റുന്നില്ല. അത് യേശു ക്രിസ്തു ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞായിട്ട് അറിയാം. പക്ഷെ അത് എന്റെ ദർശനമാണെന്നുള്ള കാര്യം ബോധം വരുന്നില്ല. എന്റെ മിഷനാണെന്നുള്ള കാര്യം ബോധം വരുന്നില്ല. കർത്താവ് പറയാ, നിനക്ക് കാഴ്ച ഉണ്ടാകുവാൻ. എന്തുണ്ടാകുവാൻ? കാഴ്ച ഉണ്ടാകുവാൻ. ലേപം വിലയ്ക്കുവാൻ. കണ്ണിലെഴുതാനേ എന്താ കാഴ്ച? നമ്മൾ പഠിച്ചല്ലോ. എന്താ കാഴ്ച? വിഷൻ, ദർശനം. അപ്പൊ ദർശനം ഉണ്ടാകണമെങ്കിൽ എന്ത് കൊടുക്കണം? വില കൊടുക്കണം. ദർശനം ഉണ്ടാകണമെങ്കിൽ വില കൊടുക്കണം. ഇത്രയും വമ്പിച്ച ജനാവലി, 38,000-ത്തിലധികം കുടിലുകൾ, 38,000-ത്തിലധികം കുടിലുകൾക്ക് എന്തേ ദർശനമില്ലാത്ത? എല്ലാവർക്കും ഫൗണ്ടേഷൻ ഉണ്ട്. എന്താ ഫൗണ്ടേഷൻ? സാൽവേഷൻ.
ഹല്ലേലൂയ. ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ വില കൊടുക്കുന്നതില്ല, ദർശനമില്ല. കർത്താവ് പറഞ്ഞു, വിലതാ, നിനക്ക് കാഴ്ച ഉണ്ടാകാൻ ഞാൻ ലേപം തരാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ലേപം പെരട്ടുന്നുണ്ട്, പക്ഷേ നാം അതിന് വില കൊടുക്കുന്നില്ല. കാഴ്ച ഉണ്ടാകാൻ ലേപം വേണം. പക്ഷേ നമ്മളെ ടീച്ചിങ് പോലും ഈ ലേപം പെരട്ടണ്ടെന്നുള്ള ടീച്ചിങ്ങാ. പിന്നെ എങ്ങനെയാ? ഹല്ലേലൂയ. കർത്താവ് ഇതിനെ തെളിയിക്കുവാൻ മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ദർശനം എങ്ങനെ ഉണ്ടാകുമെന്ന് കാണിക്കുവാൻ ഒരു സാഹചര്യം ഒരുക്കി. ബെത്സൈദയിൽ വെച്ച് കുരുടനായ ഒരുവൻ, കുരുടൻ, നേരത്തെ അറിഞ്ഞു, ഇന്നലെ നമ്മൾ കേട്ടു, പരീശന്മാരെയും ന്യായശാസ്ത്രിമാരെയും കർത്താവ് വിളിച്ച പേര് മൂഢന്മാരും കുരുടന്മാരുമായ വഴികാട്ടികളെ. വഴികാട്ടല്ല, ദിവസവും പ്രസംഗമാ, ദിവസവും പ്രാർത്ഥനയാ, ദിവസവും ഉപവാസമാണ്. പക്ഷെ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഇവർ മൂഢന്മാരും കുരുടന്മാരുമാ, നരകയോഗ്യരാ. ഇവിടെ ഒരു കുരുടനെ കൊണ്ടുവന്നിരിക്കുക. കുരുടനെ കൊണ്ടുവന്ന് യേശുവിന്റെ അടുക്കൽ. ഈ കുരുടനെ യേശു സാധാരണ കുരുടന്മാരെ സൗഖ്യമാക്കുന്നത് പോലെയല്ല സൗഖ്യമാക്കുന്നേ. ചുമ്മാ വചനം അയച്ച് വേണമെങ്കിൽ സൗഖ്യമാക്കാം, തുറക്കട്ടെ കണ്ണ്. യേശു അങ്ങനെ ചെയ്തില്ല. ഒരു പ്രത്യേക രീതിയിലാണ് യേശു ഈ വ്യക്തിയെ സൗഖ്യമാക്കുന്നത്. ഇത് കാണിക്കുന്നത്, കുഞ്ഞുങ്ങളെ, ആദ്യം ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രശ്നങ്ങളിൽ അവൻ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ദർശനമാണ്. ഈ കുരുടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഉടനെ യേശു ചെയ്ത കാര്യം, ആ കുരുടനെ ആ ദേശത്ത് വെച്ച് സൗഖ്യമാക്കിയില്ല. ആ കുരുടനെ കൈക്ക് പിടിച്ച്, കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെക്കാൾ മനുഷ്യ മനസ്സിന് കൂടുതൽ ദൃഢതയുണ്ട്. ഇവിടെ വന്നാട്ടെ, കണ്ണുകൾ അടച്ചിരുന്നാട്ടെ. കുരുടൻ, ഈ കുരുടനെ സൗഖ്യമാക്കുവാൻ കുരുടനായിരിക്കുന്നിടത്ത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. കുരുടനെ സൗഖ്യമാക്കുവാൻ യേശു കുരുടന്റെ കൈക്ക് പിടിച്ചു. ആമേൻ. കുരുടനായിരിക്കുന്നിടത്തുനിന്ന് യേശു കുരുടനുമായി യാത്രയാണ്. ആമേൻ. ആ പട്ടണത്തിന്റെ പുറത്തേക്ക്. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ ഇവിടെ എത്തിയത് യേശു നിങ്ങളെ കരം പിടിച്ചു കൊണ്ടുവന്നതാ. നിങ്ങളായിരുന്ന സാഹചര്യത്തിന്റെ വെളിയിലേക്ക്. ഗ്ലോറി. ഹല്ലേലൂയ. അനേക സ്വരങ്ങൾ കേട്ട് 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 ദർശനം ഇതുവരെ പ്രാപിക്കാതെ ഇരിക്കുന്ന വ്യക്തികളെ ദർശനം പ്രാപിക്കുവാൻ ദൈവം കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. ഇനി കർത്താവ് വ്യക്തിയിൽ ചെയ്യാൻ പോണെന്നറിയാമോ? ടൗണിന്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് തുറക്കട്ടെ എന്നല്ല, വചനമായിട്ടൊരു സൗഖ്യവുമല്ല, എന്റെ കണ്ണ് നോക്കി ഒരു ലേപം, കണ്ണ് നോക്കി തുപ്പി അവന്റെ കണ്ണിലേക്ക്. ഈ പരിപാടിക്കാണെങ്കിൽ ഞങ്ങളില്ല. തുപ്പലെന്ന് പറഞ്ഞ ഒരാൾ നമ്മെ തുപ്പിയ അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? നമ്മളെ ആക്ഷേപിക്കുക, അപമാനിക്കുകയാണ്. നിനക്ക് ദർശനം വേണോ? ഞാൻ തരുന്ന ലേപം നീ പെരട്ടിയേ പറ്റൂ.
ലേപം പെരട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. ആ ലേപനം അത് പുരട്ടിയതിന് ശേഷം ആ വ്യക്തിയോട് ഇനി നീ നോക്കാൻ പറഞ്ഞു. ആ വ്യക്തി കണ്ണ് തുറന്ന് നോക്കിയത് എങ്ങോട്ടാണെന്നറിയാമോ? കണ്ണു തുറന്നു മുകളിലേക്ക്. അദ്ദേഹം നോക്കിയത്, സാധാരണ കണ്ണു തുറന്ന് നമ്മൾ എങ്ങോട്ടാ? താഴേക്കാ. എങ്ങോട്ടാ? താഴേക്കാ നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി എങ്ങോട്ടാ നോക്കണേ? നേരെ മുകളിലോട്ട് നോക്കണേ. ആമേൻ. ഹല്ലേലൂയ. നേരെ മുകളിലോട്ടാ നോക്കണേ. ഉടനെ ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. ഇതാണ് ദർശനം. അദ്ദേഹം പറയാ, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുകയാണ് വൃക്ഷങ്ങളെ പോലെ. വൃക്ഷങ്ങളെ പോലെ അവർ നടക്കുകയാണ്. മനുഷ്യൻ എന്തിനാണെന്നും മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെയായിരിക്കണമെന്നും പിതാവ് എന്താഗ്രഹിക്കുന്നുവെന്നും ആദ്യം ഒരു ദർശനം ഈ വ്യക്തി കിട്ടി. കുഞ്ഞേ, 1-ാം സങ്കീർത്തനം നീ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന്? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കണം. ഇതാ പിതാവിന്റെ ആഗ്രഹം. ഇതാദ്യം നീ മനസ്സിലാക്കണം. ആമേൻ. ആദ്യം നീ ഒരു വില കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ തരുന്ന ലേപം നീ തട്ടിക്കളയരുത്. ഹല്ലേലൂയ. എന്റെ നുകം നീ ഏക്കണം. ഇതാണ് എന്റെ ലേപനം. പക്ഷെ നിനക്ക് എന്തുകൊണ്ട് മനസ്സില്ലാതെ ഏക്കാൻ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നന്മ ചെയ്തിട്ട് നീ കഷ്ടം സഹിച്ചാൽ അതെനിക്ക് പ്രസാദമാണെന്ന്. പക്ഷെ നീ എന്തുകൊണ്ട് നന്മയ്ക്ക് പകരം നന്മ പ്രതീക്ഷിക്കുന്നു? നന്മ ചെയ്തിട്ട് നീ കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പക്ഷെ എന്തുകൊണ്ട് നിങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല? നന്മയ്ക്ക് പകരം ആരെങ്കിലും നിങ്ങൾക്ക് തിന്മ ചെയ്താൽ നീ എന്തുകൊണ്ട് സഹിക്കാതെ തിരിച്ചടിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടില്ലേ, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ആമേൻ. അവൻ നിന്നെ സ്നേഹിക്കണമെങ്കിൽ നീ സ്നേഹിക്കുക. അവൻ നിന്നെ അടിക്കണമെങ്കിൽ നീ അടിക്കുക. എന്നാൽ അതിനുശേഷം കാലം മാറി. ഇത് ദൈവരാജ്യത്തിന്റെ കാലമാണ്. നീ ഇനി അത് ചെയ്ത പോരാ. നീ ഇനി തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടേ. നിന്റെ ഒരു കണ്ണത്ത് അടിക്കുന്നവനെ തിരിച്ചടിക്കാൻ നിനക്ക് റൈറ്റ് ഉണ്ടാവും. പക്ഷേ നീ ആ റൈറ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. പകരം നീ മറു കാരണം കൂടി കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ തരുന്ന ലേപം പരത്താൻ നിനക്ക് മനസ്സില്ല? ലവോദിക്യ സഭയോട് ചോദിക്കുക, ലേപം നീ വിലയ്ക്ക് വാങ്ങ. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയാൽ നിനക്ക് കാഴ്ച കിട്ടും. നിനക്ക് കാഴ്ച കിട്ടും. ഹല്ലേലൂയ. 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 മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇപ്പോഴും ന്യായപ്രമാണത്തിൽ കിടക്കുന്നവരെ ഓർത്ത് സ്വർഗത്തിലെ ദൈവം സങ്കടപ്പെടുകയാ. ഹല്ലേലൂയ. തുടർന്ന് ഈ ദർശനം പ്രാപിച്ച ശേഷം യേശു അവന്റെ കണ്ണുകളിൽ രണ്ടാമത് തൊട്ടു. ആമേൻ. ഇപ്പോഴവൻ ഭൂമിയിലേക്ക് നോക്കി. ഇപ്പോൾ അവൻ മനുഷ്യരെ സ്വാഭാവിക രീതിയിൽ കണ്ടു. ഗ്ലോറി. ആദ്യം കുഞ്ഞെ, ഞാൻ നിങ്ങൾ ദർശനം പ്രാപിക്കണം, എന്നിട്ട് വേണം ഭൂമിയിലെ ജീവിതം. ഹല്ലേലൂയ. ദർശനമില്ലാത്തത് എന്റെ ജനം നശിച്ചു പോകുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിക്കാം. താങ്ക് യു വെരി മച്ച് ബ്രദർ. ചെന്നാട്ടെ. അവർ ബെത്സേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തുടരണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ചു അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി.
ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി. പറഞ്ഞേ, ഊരിന് പുറത്ത് കൊണ്ടുപോയി. അതായത് ദർശനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന്, ദർശനം നീ പ്രാപിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് അവനെ പുറത്തുകൊണ്ടുപോവുകയാണ്. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവന്റെ കണ്ണിൽ തുപ്പി. കണ്ണിൽ തുപ്പി. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രിയരെ, ഒരപമാനത്തിന്റെ അവസ്ഥ. ആമേൻ. അപമാനത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ. കർത്താവ് യേശു ആ കാൽവരി ക്രൂശ് നിങ്ങളൊന്ന് കാണാമോ? ചെറുപ്പക്കാരനായ യുവാവ്. നമ്മൾ കാണുന്ന രീതിയാണോ? വസ്ത്രം മുലിഞ്ഞു കളഞ്ഞ്. ആമേൻ. ഹല്ലേലൂയ. അപമാനത്തിന്റെ അവസ്ഥയാണോ? നമ്മുടെ അവസ്ഥയിൽ നിന്നാണോ താന്നത്? ഏതവസ്ഥയിൽ നിന്നാ താന്നത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെയാ താന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് സൃഷ്ടികൾ തന്നെ കാണിക്കുന്ന അവസ്ഥകൾ കണ്ടോ? മീശരോമം പിഴുതെടുക്കുകയാ, തലയിലെ ക്രൗൺ ഓഫ് മോക്കറി. നീ രാജാവല്ലേ, നിനക്കിരിക്കട്ടെ ഒരു കിരീടം, മുള്ളുകൊണ്ടുള്ള കിരീടം. ഹല്ലേലൂയ. ആക്ഷേപം. ഇതാരാണ് ഈ ലേപനം പുരട്ടിക്കൊടുക്കുന്നത്? ആരാ ഇത് പുരട്ടിക്കൊടുക്കുന്നേ? ആരാ ഇത് പുരട്ടിക്കൊടുക്കുന്നേ? അവനെ തകർത്ത് കളയുവാൻ പിതാവിന് മനസ്സായി. പിതാവ് പുരട്ടിക്കൊടുക്കുകയാ. മോനെ എടുത്തോ. ആമേൻ. ആമേൻ. കാരണം ഒരു പാർട്ട് ഫ്രീ ആക്കണ്ടേ, ഒരു പാർട്ട് ഫ്രീ ആക്കണ്ടേ, ഒരു പാർട്ട് ഫ്രീ ആക്കണ്ടേ. ഹല്ലേലൂയ. സാൽവേഷന്റെ പാർട്ട് ഫ്രീ ആക്കണ്ടേ. ആമേൻ. പിതാവ് പുരട്ടി കൊടുക്കുകയാ, അവനെ തകർത്ത് കളയുവാൻ. ഇത് ഹയസ്റ്റ് വിസ്ഡമായി ഞാൻ ഈ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. താഴ്ന്ന വിസ്ഡത്തിൽ ചിന്തിച്ച ഹല്ലേലൂയ യഹൂദന്മാരാണ് കൊന്നത്. ആമേൻ. എന്നാൽ കുറച്ചും കൂടി ഉയർന്ന വിസ്ഡത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിശാചാണ് കൊന്നത്. ആമേൻ. അതിലേക്ക് ഉയർന്ന വിസ്ഡത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിതാവിന് അവനെ തകർത്ത് കളയാൻ മനസ്സായി. ആമേൻ. പൗലോസ് പറയാ, ഞങ്ങൾ സംസാരിക്കുന്ന ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, യഹൂദന്മാരാണ് കൊന്നത്. ആമേൻ. ഞങ്ങൾ സംസാരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരായ പാശി പ്രഭു, യവന പ്രഭു, പിശാച്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. അവന്റെ ജ്ഞാനമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കത്തില്ലായിരുന്നു. ആ ജ്ഞാനമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പകരം ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് മുൻ നിയമിച്ചതും മറച്ചു വെച്ചതുമായ ദൈവത്തിന്റെ ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതാ നിങ്ങൾ കേട്ടതിപ്പോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടമായി. ആമേൻ. എന്തിനാ? അവൻ സന്തതിയെ കാണാൻ. സന്തതിയെ കാണാൻ. ഈ സന്തതിയെ കാണാൻ. ഹല്ലേലൂയ. യേശയ്യ 53 പറഞ്ഞതാ ബൈബിളിന്റെ കോർ ചാപ്റ്റർ. ഹല്ലേലൂയ. കോർ ചാപ്റ്റർ എടുത്ത് വീട്ടിൽ പോയി വായിച്ചു നോക്കേ. ആമേൻ. ഹല്ലേലൂയ. 24 വായിച്ചാൽ മാത്രം പോരാ, അതിൻ്റെതായ അർത്ഥം നാം മനസ്സിലാക്കുക. ഗ്ലോറി. കോർ ചാപ്റ്റർ. തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പ്രിയരെ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വില കൊടുക്കുന്ന ശുശ്രൂഷയാ. കർത്താവ് യേശു പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമ്മളിന്ന് അങ്ങനെ തന്നെ ഇരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ തന്നെ കരമത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. അങ്ങനെ തന്നെ ഇരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താലേ അതിന്റെ അകത്തുനിന്ന് ജീവൻ പുറപ്പെടത്തുള്ളൂ. ആമേൻ. ഇത് ആര് പറഞ്ഞതാ? ആര് പറഞ്ഞതാ? യേശു പറഞ്ഞതാ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താലേ ജീവൻ പുറപ്പെടുത്തുള്ളൂ. ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. അല്ല, ചത്തില്ലെങ്കിലോ? 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 ഇനി നമ്മളിലേക്ക് നോക്കിയേ. എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു?
അങ്ങനെ തന്നെ ഇരിക്കുന്നു. ചാകരുതെന്ന് പറയുന്ന ഒരു ഊരിൽ നിന്ന് യേശു നിങ്ങളെ പിടിച്ചു പുറത്തു കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണ. നിന്റെ ജീവനെ കളഞ്ഞാൽ നീ അതിനെ നേടും. ചത്താൽ അതിൽ നിന്നും ഫലം പുറപ്പെടാം, ജീവൻ പുറപ്പെടും. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കോ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ സുഖിച്ച് പൊളച്ച് ജീവിക്കാനുള്ളവരല്ല, പകരം ജീവിക്കാൻ യോഗ്യരാണെന്ന് തെളിയിക്കാനുള്ളവരാ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വെറും പ്രൊഫഷണറി പീരീഡാ ഇവിടെ നീ അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ ഇനി അധികത്തിൽ വിചാരകനാക്കാൻ പോവുകയാ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഇവിടെ എന്ന വണ്ണമാ ഇന്നത്തെ ശുശ്രൂഷകൾ പലതും കേൾക്കുന്നത്. അതുകൊണ്ടാ കർത്താവ് ഊരിൽ നിന്ന് പിടിച്ചു വെളിയിൽ കൊണ്ടുവന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കുഞ്ഞെ, നീ അതിന്റെ അകത്ത് നിന്ന് കേട്ടാൽ ഇത് എത്ര കേട്ടാലും നിനക്ക് മനസ്സിലാകത്തില്ല. കാരണം വില കൊടുക്കുവാൻ തയ്യാറാകണം. നിങ്ങൾ ചിന്തിക്കുന്നു, ഈ പൗലോസ് അപ്പോസ്തലൻ ഈ 13 ലേഖനങ്ങളൊക്കെ ചുമ്മാ സ്വർഗത്തിൽ നിന്നൊക്കെ പൊഴിച്ചു കൊടുത്തതാണെന്ന്? സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ടൊന്നും ഇറങ്ങത്തില്ല, വില കൊടുത്താലേ ഇങ്ങനെ ഇറങ്ങത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ചോ, ഈ ബുക്കുകൾ വെളിയിൽ ഇറങ്ങിയതൊക്കെ വെറുതെ ചുമ്മാ ഇറങ്ങിയതാന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഹല്ലേലൂയ. കടന്നു പോകുന്ന കണ്ണുനീരിന്റെ കഥകളൊന്നും ലോകം അറിയുകയില്ല. ഹല്ലേലൂയ. കടന്നു പോകുന്ന മരണത്തിന്റെ അവസ്ഥകൾ ലോകം അറിയുകയില്ല. സ്വർഗത്തിൽ നീ പുസ്തകങ്ങൾ താഴേക്ക് ഇറങ്ങണമെങ്കിൽ, ആലോചനകൾ താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ആമേൻ. ഓ, ക്രിസ്തു എല്ലാം സഹിച്ചു ബ്രദറെ, അതുകൊണ്ട് നമ്മൾ ഇനി ഒന്നുമില്ല. ആരാ പറഞ്ഞേ? വിശാലമായ വഴി. കൊളോസ്യർ 1:24 പറഞ്ഞത് എന്നാന്നറിയാമോ? പൗലോസ്, ക്രിസ്തു എല്ലാം സഹിച്ചത് കൊണ്ട് ഇനി ഞാൻ സഹിക്കണ്ടെന്നല്ല, ഞാനാകുന്ന ഗോതമ്പ് മണി വീണ് ചത്താൽ എന്നിൽ നിന്നും വളരെ ഫലം പുറപ്പെടുവിക്കുമെന്ന പൗലോസ് പറയുന്നത്. ഒന്ന് വായിച്ചു ആ ഭാഗം. കൊളോസ്യർ 1:24, 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ശരീരത്തിൽ, എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. എടാ, ക്രിസ്തു എല്ലാം സഹിച്ചു, ഇനി ഞാനൊന്നും സഹിക്കേണ്ടെന്നൊക്കെയാണല്ലോ കേട്ടത്. ഇത് ഈ പൗലോസിന് ഇന്ന് മനസ്സിലായില്ല. ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായത്. പൗലോസേ, വാ, ഞങ്ങളുടെ ചർച്ചിലേക്ക് വാ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. വന്നാട്ടെ, ഞങ്ങൾ പഠിപ്പിച്ചു തരാന്നേ. 2 കൺവെൻഷനും കൂടിയാൽ അങ്ങേക്ക് മനസ്സിലാകും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി. ഈ 13 ലേഖനങ്ങൾ ആർക്കാ പ്രയോജനം? സഭയ്ക്കാ പ്രയോജനം. ഹല്ലേലൂയ. ആ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു. പൗലോസായ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുകയാ. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഭാഗത്ത് ചെല്ലുമ്പോ പറയാ, ശരീരത്തിന്റെ ബലഹീനത നിമിത്തം നിങ്ങൾ എന്നെ അവഗണിക്കാതെ ഒരു ദൈവദൂതനെ പോലെയാണ് നിങ്ങൾ കരുതിയത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? നിങ്ങളില്ലെന്ന് പറയും, കാരണം നിങ്ങൾ പഠിച്ചതാണല്ലോ. പക്ഷെ ദൈവവചനം പറയുന്നതിനെ ഞാൻ എക്കോ ചെയ്യുന്നു. ദൈവവചനം പറയുന്നതിനെ ഞാൻ എക്കോ ചെയ്യുന്നു. നിങ്ങൾ കേട്ടതിനെ എക്കോ ചെയ്യുന്നു. ഞാൻ എന്റെ ദൈവം പറഞ്ഞതിനോട് ചേർന്ന് പറയുന്നു. നിങ്ങൾ കേട്ടതിനെ എക്കോ പറഞ്ഞു. ആമേൻ. ദൈവം ഒരു ദിവസം പറയുന്നു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരത്രേ എന്റെ വചനമാണ് സത്യം.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുണ്ടെന്ന് ഈ വചനം പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറവുണ്ടെന്ന്. കാരണം എന്താ? ക്രിസ്തു എവിടം വരെ വില കൊടുത്തോളൂ? സാൽവേഷൻ പാർട്ട് വില കൊടുത്തോളൂ. ഇനി ബാക്കിയുള്ള പാർട്ടി കുഞ്ഞെ നീ വില കൊടുക്ക്. നീ നിന്റെ ജീവനെ കളഞ്ഞാൽ നീ അതിനെ നേടും. Hallelujah. Glory. Believe the word of God. ദൈവ വചനം വിശ്വസിക്കാം. ആമേൻ. ഒന്നുകൂടി വായിച്ച സഹോദരിയ ഭാഗം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഗ്ലോറി. എവിടെ കുറവുണ്ടായെന്ന് പറഞ്ഞേ? എവിടെ കുറവുണ്ടായെന്ന് പറഞ്ഞേ? നിങ്ങൾ ബൈബിളുണ്ടോ കയ്യില്? അതൊന്ന് തുറന്നേ. ബൈബിളുള്ളവരൊന്ന് തുറന്നേ. കൊളോസ്യർ 1:24 എടുത്തേ. ഓ ജീസസ്, ഐ ഗിവ് യു ഗ്ലോറി. ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ രുചിച്ചിട്ട് വിട്ടുകളയാനല്ല കേട്ടോ. രുചിച്ചിട്ട് വിട്ടുകളഞ്ഞാൽ അവരവർക്ക് പോയി. ഹല്ലേലൂയ. ഞാൻ റിപ്പോർട്ട് കൊടുക്കും. മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്പോർട്ട് കൊടുക്കും. ഞാൻ അടുത്ത മണ്ഡലത്തിലേക്ക് പോകും. ഹല്ലേലൂയ. കാരണം ഞാൻ ഹെവൻലി സ്റ്റാഫാ. എനിക്ക് നിങ്ങളെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സുഹൃത്തെ, ദൈവത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. ഇനി ഒന്ന് വായിച്ചേ. 1:24 അവരവർ വായിച്ചേ. എല്ലാവരും വായിച്ചു. ഉറക്കെ വായിച്ചേ. വാ തുറന്ന് വായിച്ചേ. മൈക്കിലൂടെ അല്ല, വാ തുറന്ന് വായിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ എന്താ എഴുതിയിരിക്കണേ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുണ്ടോ? കുറവുണ്ടോ? കുറവുണ്ടോ ഇല്ലയോ? ഉണ്ട്. ആമേൻ. ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇല്ലെന്ന് പറയൂ. നിങ്ങൾ ഇല്ലെന്ന് പറയോ? ധൈര്യമുള്ള ഇല്ലെന്ന് പറ. ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റും. ദൈവം എന്ത് പറഞ്ഞോ? ഒരു ഹോളിൽ ഒരു ശബ്ദം ഇട്ട് കഴിഞ്ഞാൽ ഹലോ എന്ന് പറഞ്ഞ ആംബുലൻസ് ഹലോ 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 ഹലോ. നമ്മുടെ പണി ഈ എക്കോ ചെയ്ത് മാത്രമേ ഉള്ളൂ. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യുക. ആമേൻ. ദൈവം എന്ത് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യുക. ഹല്ലേലൂയ. അതേ ക്രിസ്തു ചോദിക്കണേ, ഇനി ആര് വില തരണം? കുഞ്ഞെ, നീ വില തരണം. നിനക്ക് ദർശനം ഉണ്ടാകണം. ആര് വില തരണം? നീ വില തരണം. ആമേൻ. ദർശനത്തിന് മാത്രമാണോ വില ചോദിച്ചേ? വേറെ ഏതിനൊക്കെ വില ചോദിച്ചു? വില ചോദിച്ചത് നീ ദരിദ്രനാ. നിന്റെ ചിന്തയിൽ നീ സമ്പന്നനാ. നിന്റെ ചിന്തയിൽ നീ സമ്പന്നനാ. പക്ഷേ നീ എന്റെ ചിന്തയിൽ നീ ആരാന്ന് പറയട്ടെ? നീ വെറും ദരിദ്രനാ. നിനക്ക് ലോകത്തിലുണ്ട്. ആമേൻ. നിനക്ക് ലോകത്തിലുണ്ട്, പക്ഷേ ദൈവരാജ്യത്തിലില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സമ്പന്നനാകേണ്ടതിന് ഊതിക്കാച്ചിയ പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങാം. ആമേൻ. ഇതും പറഞ്ഞുകൊണ്ട് കർത്താവ് പൊന്നു വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞ് പൊന്നു വാങ്ങാൻ പോകരുത്. ഹല്ലേലൂയ. ഊതിക്കാച്ചിയ പൊന്നോട് വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങളെ വിശ്വാസത്തിന്റെ പരിശോധന തീയിൽ ഊതിക്കഴിച്ച പൊന്നിനേക്കാൾ വിലയേറിയതാ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി. അതിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയ കുഞ്ഞെ, നീ എന്ത് ചെയ്യുക? നീ ഒന്നില്ലെങ്കിൽ അതിനെ തട്ടിക്കളയും, അല്ലെങ്കിൽ നീ സഹിച്ച് അതിനെ ജയിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം ഒരിക്കൽ കിരീടം പ്രാപിക്കും. ഗ്ലോറി ടു ഗോഡ്. വില കൊടുക്കണം. വില വില വില. എന്താ വില? ഈ ലോകത്തിലെ നമ്മുടെ ജീവനാ വില. ഈ ലോകത്തിലെ നമ്മുടെ ജീവനാ വില. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ കാഴ്ചക്ക് വില കൊടുക്കണം. സമ്പന്നനാകാൻ വില കൊടുക്കണം. ഇനി കർത്താവ് പറയുക, നിനക്ക് വെള്ളയുടുപ്പിന് വില വേണം. വെള്ള ഉടുപ്പിന് വില വേണം. ആദ്യം നമുക്ക് ഫ്രീ ആയിട്ട് തോന്നും. ആമേൻ. ഹല്ലേലൂയ. ഫ്രീ ആയിട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ഒരു പാപം ചെയ്യാത്ത എത്ര പേരുണ്ട്? അപ്പൊ പിന്നെ
ഈ ഉടുപ്പ് കിട്ടിയാലും പോരാ, ഇനി അത് ദിവസം കഴുകണം. ഹല്ലേലൂയ, ഗ്ലോറി. ഈ ഉടുപ്പ് കഴുകുവാൻ യേശുവിന്റെ രക്തം വേണം. ഗ്ലോറി, ഹല്ലേലൂയ. റോമലേഖനം 3:25 പറയുന്നു, ദൈവം തന്റെ പൊറുമയിൽ, സാൽവേഷനെ കുറിച്ചുള്ള ഡീറ്റെയിലാ, ദൈവം തന്റെ പൊറുമയിൽ കഴിഞ്ഞകാല പാപങ്ങളെ, ദ പാസ്റ്റ് സിൻ, ആമേൻ, ശിക്ഷിക്കാതെ വിടുക നിമിത്തം, കഴിഞ്ഞകാല പാപങ്ങളെ, ആമേൻ, ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അതിന്റെ അർത്ഥം ഒരർത്ഥമുണ്ട്, ഒരർത്ഥം ഇങ്ങനെ കൂടിയുണ്ട്, മോനെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് ഞാൻ എന്ത് തരാതിരുന്നുള്ളൂ? ശിക്ഷ തരാതിരുന്നുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് നീ ഇനി ചെയ്യാൻ പോണ പാപത്തിനൊക്കെ ശിക്ഷയുണ്ട്. എവിടെ വെച്ച്? ഈ ഭൂമിയിൽ വെച്ച് തന്നെ. ഹല്ലേലൂയ, ഗ്ലോറി, ആമേൻ. ഇനി നീ ചെയ്യാൻ പോണതൊക്കെ ശിക്ഷയുണ്ട്. 3:25 വായിച്ച്. റോമൻസ് ചാപ്റ്റർ 3:25. ദൈവം തന്റെ പൂർവ്വയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാൻ യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത്. ശ്രദ്ധിച്ചേ, അതിലൊരു വാക്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി അല്ലേ? ദൈവം ഏത് പാപങ്ങളെയാ ശിക്ഷിക്കാതെ വിടുന്നേ? ആ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. പറഞ്ഞേ, യേശു എന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. എന്നിട്ട് തുടർന്ന് നിങ്ങളെ ആരാക്കി? മക്കളാക്കി. ഇല്ലേ? വിശ്വാസത്താൽ മക്കളാക്കി. മക്കളെങ്കിൽ നിങ്ങൾക്ക് എന്തുകൂടി കിട്ടും? ശിക്ഷ കിട്ടും. ഗ്ലോറി, ശിക്ഷ കിട്ടും. ആമേൻ. ആ ശിക്ഷയിൽ കയറി കൊതറരുത്. സഹിച്ച് വില കൊടുത്തോളണം. സഹിച്ച് വില കൊടുത്തോളണം. നിങ്ങളെ തന്നെ വിധിച്ചോളണം. വിധിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിധിക്കും. അതെന്തിനാന്നറിയാമോ വിധിക്കുന്നേ? നിങ്ങൾ ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ഇപ്പോഴേ ദൈവം ലോകത്തിൽ വെച്ച് തന്നെ വിധിക്കും. ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഗ്ലോറി. വായിച്ചേ 1 Corinthians chapter 11 അതിന്റെ 31 മുതൽ വായിച്ചേ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ? നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എന്തുകൊണ്ടാ വിധിക്കേണ്ടേ? വചനം കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും? വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും. ഗ്ലോറി. സന്തോഷമുണ്ടോ? കർത്താവ് എന്താ ചെയ്യണേ? നമ്മളെ ബാലശിക്ഷ തരികയാകുന്നു. ഗ്ലോറി, ആമേൻ. ഇനി ഹിബ്രായ ലേഖനം 12:6. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ഹല്ലേലൂയ, മറന്നു കളഞ്ഞുവോ? അതേ കർത്താവേ, ഞങ്ങൾ എന്നേ മറന്നുപോയി. കർത്താവേ. അങ്ങയുടേതായ ഒരു ശിക്ഷ വരുമ്പോൾ ഞങ്ങൾ ഉടനെ ഉപവാസം ആരംഭിക്കും. ഹല്ലേലൂയ. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ ഇത് അങ്ങയുടേതാണെന്ന്. കാരണം ഞങ്ങൾ ഇതുവരെയും വില തന്നിട്ടില്ലല്ലോ. വില തന്നെങ്കിലല്ലേ ഇത് അങ്ങയുടേതാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. താഴേക്ക്. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗരടയന്മാരത്രേ. നിങ്ങൾ മക്കളല്ല. ആ വേർഡ് ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയാവുന്നവരങ്ങ് വായിച്ചു. ഓക്കെ. ഇനി അതിന്റെ അടുത്ത വായിച്ചു. അതിന്റെ 9. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ആമേൻ. ആത്മാക്കളുടെ പിതാവ്. പറഞ്ഞ ആത്മാക്കളുടെ പിതാവ്. ആത്മാക്കളുടെ പിതാവ് അതാരാണ്? പിതാവായ ദൈവം. അപ്പൊ ആരാ നമ്മളെ ശിക്ഷിക്കുന്നത്? പിതാവായ ദൈവം. ഇനി എന്തിനു വേണ്ടിയാ? അതിനടുത്ത വാക്യം. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്.
ഹല്ലേലൂയ. എന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നേ? നാം ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, അതായത് ദൈവത്തിന്റെ ഹൃദയത്തിനത് ഹൃദയമായി നമ്മൾ തീരണം. ആമേൻ. നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് 3:19 പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ കർത്താവ് ഓരോ പ്രാവശ്യവും കഴുകുമ്പോഴും എന്തും കൂടെ ഉണ്ട്. വെള്ള ഉടുപ്പ് തരും, അതിന്റെ കൂടെ ചെയ്തതിനനുസരിച്ച് ശിക്ഷയുണ്ട്. ഇനി നീ റിപ്പീറ്റ് ചെയ്യരുത്. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിനിഷ്. ആ ഒരു വാഗ്ദത്തം ഉണ്ടല്ലോ, ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരാന്നും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ? ഹല്ലേലൂയ. എത്ര പാപം ചെയ്തിട്ട് എന്റെ ജീവിതം എങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നു ബ്രദറെ? കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാ. കർത്താവിന്റെ വചനം പറയുന്നു, സഹോദരൻ എന്ന് പേര് പറയുന്ന ഒരുവൻ അവൻ ദൈവവചന വ്യവസ്ഥയിൽ നടക്കാതെ ലോക വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനോട് സംസർഗം അരുത്. മാറിക്കോ. ഹല്ലേലൂയ, ഗ്ലോറി. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതിനെങ്കിൽ ലോകത്തോട് ശ്രദ്ധിച്ചേ, മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന്റെ വചനം പറയുക, അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് ഓടേണ്ടി വരും. ആമേൻ. ലോകം വിട്ട് ഓടേണ്ടി വരും. പകരം പറയാ, സഹോദരൻ എന്ന് പേര് പറയുന്ന ഒരുവൻ, ഹല്ലേലൂയ, അവൻ ഈ വകക്കാരനാണെങ്കിൽ അവനോട് സംസർഗം അരുത്, ഭക്ഷണം പോലും കഴിക്കരുത്. ആമേൻ. നമ്മുടെ പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ആ കമ്പനികളൊന്നും വിടാൻ തയ്യാറല്ല. ആമേൻ. ആ കമ്പനികളൊന്നും വിടാൻ തയ്യാറല്ല. പകരം അതിനോട് ചേർന്നിരുന്നാൽ, കുഞ്ഞേ നീ ആരായി തീരുമെന്നറിയോ? ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഇവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. 10 കാക്കകൾ വട്ടം കൂടി നിന്നുകൊണ്ട് കാക്ക കാക്ക എന്ന് പറഞ്ഞെല്ലാം കൊത്തി തിന്നി അഴുക്കിന്റെ നടുക്കുന്നുണ്ട്. അതിന്റെ നടുവിലേക്ക് ഒരു പക്ഷി വന്ന് ഇറങ്ങി. ഏത് പക്ഷി? പ്രാവോ? പ്രിയരെ, 10 കാക്കകൾ കൊത്തിപ്പിറക്കി കാക്കാന്ന് പറഞ്ഞ് ചെളിയിൽ അതും ഇതും പിറക്കി തിന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ നടുവിലേക്ക് ഒരു പക്ഷി വന്നാൽ ആ പക്ഷിയെ വേറെ ആരുമല്ല, മറ്റൊരു കാക്കയാ. മനസ്സിലായോ? കാക്കയുടെ കൂടെ കാക്കയെ കൂടൂ, കഴുകൻ കൂടത്തില്ല. കഴുകാൻ പറയും, എനിക്ക് സമയമില്ല നിന്നോട് കൂടെ, ഞാൻ ഉയരത്തിൽ പറക്കും, ഞാൻ ഉയരത്തിൽ പറക്കും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി. 10 പേര് മുറിഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ചിന്തിച്ചോ? കുഞ്ഞ, നീ അവരുടെ കൂടെ കൂടിയാ നീ ആയി 11ാമൻ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ കമ്പനി നിങ്ങൾ ഏത് സെലക്ട് ചെയ്യുന്നോ നിങ്ങൾ പോലും അറിയാതെ ആ കമ്പനിക്ക് ഒപ്പം നിങ്ങൾ വളരും. ആമേൻ. അഭിഷിക്തന്മാരുടെ വിശുദ്ധന്മാരുടെ കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്തോ? നിങ്ങൾ ഇന്നൊരു വിശുദ്ധനല്ല, ഒരു അഭിഷിക്തനുമല്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആ അഭിഷേകത്തിന് നിങ്ങൾക്ക് വിളിയുണ്ടെങ്കിൽ നിങ്ങളെ നാളെ ആ ലെവലിലേക്ക് ഉയർത്തും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആരോട് കൂടിയാണ് ഇരിക്കുന്നത് അതേപോലെ നിങ്ങൾ മോൾഡ് ചെയ്യപ്പെടും. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലം നിങ്ങൾ ആരോട് കൂടെയാണോ ഇരുന്നത്, ഇന്ന് നിങ്ങൾ അതാ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരോട് കൂടെ ഇരിക്കുവാൻ തീരുമാനമെടുക്കുന്നു, അതായിരിക്കും നിങ്ങൾ ഭാവിയിൽ. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ ഇരുന്നാൽ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, പറഞ്ഞേ, ഇനി എല്ലാത്തിനും വില കൊടുക്കണം. ഇനി എല്ലാത്തിനും വില കൊടുക്കണം. എന്റെ കൺസെപ്റ്റ് ഒക്കെ ഇടിഞ്ഞു പോട്ടെ, എന്റെ സങ്കല്പം ഇടിയട്ടെ. ദൈവരാജ്യത്തിന് എല്ലാത്തിനും വില കൊടുക്കണം. ലോകത്തിന് വില വേണ്ട, സാൽവേഷന് വില വേണ്ട. യേശു ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. മനസ്സിലായോ? ഇനി നമുക്ക് മരണമില്ലാത്ത രാജ്യം അന്വേഷിക്കാൻ യേശു പറഞ്ഞു, ഇല്ലേ? എങ്ങനെയാണ് ഈ മരണമില്ലാത്ത രാജ്യം അന്വേഷിക്കുന്നതെന്ന് ഒരു ബ്ലൂ പ്രിന്റ് മാത്രം തരാനുള്ള സമയമേ ഉള്ളൂ. ഡീറ്റെയിലേക്ക് പോകാനുള്ള ടൈമില്ല.
അപ്പോ എങ്ങനെയാണ് ഈ രാജ്യം അന്വേഷിക്കുന്നത്? യേശു ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രസംഗത്തില് ദൈവരാജ്യം അന്വേഷിക്കാൻ പറയും. ഇത് എങ്ങനെയാ അന്വേഷിക്കണേന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ദൈവരാജ്യത്തിൽ വളരണമെങ്കിൽ എന്നാ വേണം? ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിയിൽ കുറിച്ചിടാൻ ദൈവത്തിന്റെ ഓർമ്മ ഓർപ്പിക്കുന്നു. യോഹന്നാൻ 12:24. അതതിന്റെ കോറായിട്ട് നിങ്ങൾ വെച്ചോണം. യേശു പറയുന്ന വാക്കുകളൊക്കെ വളരെ എന്താ പറയുന്ന കോർ വാക്കുകളാ. എത്ര ആമേനുണ്ട്? ഡബിൾ പ്രിൻസിപ്പിളാ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളോടെന്ന് പറഞ്ഞാൽ ആരോട് പറയുന്നു? യേശു എന്നോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അതങ്ങനെ തന്നെ ഇരിക്കും. ആമേൻ. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. വിളവുണ്ടാകണോ? കർത്താവ് എന്തിനാ നമ്മൾ ആക്കി വെച്ചേ? വിളവുണ്ടാകാനാ. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോഴും സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുകയല്ലേ? അല്ലേ? തന്റെ കൂടാരം പോയി താൻ അങ്ങോട്ട് മടങ്ങിപ്പോയെങ്കിലും തന്റെ മിനിസ്ട്രി ഇപ്പോഴും നടക്കുകയല്ലേ? താനല്ലേ ഇവിടെ കിടന്ന് പ്രസംഗിക്കണേ? ശരിയാണോ? ആമേൻ. താൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഫലങ്ങളല്ലേ ഇത്? ഹല്ലേലൂയ. തന്നിലൂടെ പരിശുദ്ധാത്മാവ് ഇറക്കി വിട്ടതല്ലേ? ഗ്ലോറി. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനുള്ള കീ വാക്യമാണ്. നോട്ട് ചെയ്തിട്ടോ. ആമേൻ. ആ ചാകുക എന്ന് പറഞ്ഞാൽ വില കൊടുക്കുക. ഏതാണ് ചാകുന്നേ? അതുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യണ കാര്യമൊന്നുമല്ല ഈ പറഞ്ഞത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മനസ്സിലായോ? നമ്മളുടെ ജീവൻ ഈ ഭൂമിയിൽ നമ്മുടെ റൈറ്റ്സ്, റൈറ്റ്സ് നമ്മളൊക്കെ വിട്ടുകൊടുക്കുക ദൈവത്തിനായി. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം നിങ്ങൾ അന്യായമായി കഷ്ടവും സങ്കടവും സഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദം. ഇതാണ് ആ മരണം. മനസ്സിലായോ? ഹല്ലേലൂയ. അവൻ എൻ്റെ കാര്യങ്ങൾ അപഹരിച്ചുകൊണ്ട് പോയി. ആമേൻ. എനിക്ക് അവനെ തിരിച്ചടിക്കാം, എനിക്ക് അവനൊരു കേസ് കൊടുക്കാം, പല പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം അകത്തുനിന്ന് പറയുക, മോനെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ഡോണ്ട് ഡു ദാറ്റ്. എനിക്ക് റൈറ്റ് ഉണ്ട് ഈ വ്യക്തിക്കെതിരെ പോകാൻ, പക്ഷേ ഞാൻ എൻ്റെ റൈറ്റ്സിനെ ദൈവത്തിനായി കളയുകയാണ്. ഇതിന്റെ പേരായി മരണം എന്നുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കൊരു ആഗ്രഹമുണ്ട് ഇന്നതൊക്കെ ചെയ്യുവാൻ. സ്വർഗത്തിലെ ദൈവം പറയാം, മോനെ അത് ചെയ്യണ്ട, പകരം ഇന്നത് ചെയ്യേ. എന്റെ ആഗ്രഹം വെടിഞ്ഞിട്ട് ദൈവത്തിന്റെ ആഗ്രഹം നടത്തി കൊടുക്കുകയാണ്. ഇതിന്റെ പേരാ ഈ മരണം എന്നുള്ളത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും താഴെ വെച്ച് അരുമനാഥനായ യേശുവിന്റെ സ്വപ്നത്തിനായി ജീവിക്കുന്നതാണ് ഈ മരണം. ഹല്ലേലൂയ. സഹോദരിമാരെ, നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് അറിയുമോന്ന് ഞാൻ സ്കൂൾ ഓഫ് മിനിസ്ട്രി സ്റ്റുഡൻസാന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു വിഷൻ ഇല്ല എന്നുള്ള കാര്യം. സഹോദരിമാർക്കൊരു ദർശനം, ഒരു വിഷൻ ഇല്ല. ഞാൻ ദൈവികമായ കാര്യം പറഞ്ഞേ. പകരം നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വിഷനാണ്. മനസ്സിലായോ? ദൈവം ആദത്തെ ഉണ്ടാക്കി ആദത്തിനോട് ജോലിയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, പ്രിയ സഹോദരിമാരെ, സ്ത്രീ ഇല്ല. ആമേൻ. ഹവ്വയ്ക്ക് പണിയൊന്നും കൊടുത്തിട്ടില്ല. പണി കൊടുത്തത് മുഴുവൻ ആദത്തിനാണ്. ആദത്തിനാണ് വിഷൻ. ഹല്ലേലൂയ. ആദം പണിതുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ലല്ലോ, ഇവനൊരു തക്ക തുണ, ഹെൽപ്പ് കൊടുക്കണം. ഹല്ലേലൂയ. ഗ്ലോറി. ഒരു സഹായിയെ കൊടുക്കണം. തുടർന്ന് ആദത്തിന്റെ വിഷൻ നിവർത്തിക്കുവാനുള്ള സഹായിയാണ് ഹവ്വ. ആമേൻ. ഇതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ പർപ്പസ്.
അല്ലെങ്കിൽ ലോകം പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഇതൊക്കെയാണെന്ന് പലതും പറഞ്ഞ് പരത്തുന്നേ. അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് പരത്തുന്നത് എന്റെ ഗവൺമെന്റ് എന്ത് പറഞ്ഞു, സൃഷ്ടിച്ചപ്പോൾ എന്താണോ പറഞ്ഞത് അതാണ് പറയുന്നത്. ഗ്ലോറി. അപ്പൊ സ്ത്രീക്ക് ഒരു വിഷൻ ഇല്ല. അതുകൊണ്ടാ കഴിഞ്ഞ ദിവസം ഇവിടെയോ എവിടെയോ പറഞ്ഞു, ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഹസ്ബൻഡാകാൻ പോകുന്ന വ്യക്തിയോട് ചോദിക്കേണ്ടത് കാറുണ്ടോ, വീടുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നല്ല. പ്രിയ സഹോദര, നിങ്ങളുടെ വിഷൻ എന്താ? കാരണം എനിക്കൊരു വിഷൻ ഇല്ല, പകരം അങ്ങയുടെ വിഷന് ഞാൻ പങ്കാളിയാകാൻ പോവുകയാണ്. മനസ്സിലായുണ്ടോ? ഹല്ലേലൂയ. കാരണം അതും എന്റെ നിത്യജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങേക്കൊരു കാറുണ്ട്, ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അതും എന്റെ താൽക്കാലിക ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ എന്റെ നിത്യജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അങ്ങയുടെ ദർശനമാണ്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ സഭയെ മനസ്സിലാക്കുക. സഭ ഇന്ന് മണവാട്ടിയ, സഭ ഇന്ന് മണവാട്ടിയ. മണവാളൻ യേശുവ. യേശുവിനാ ദർശനമുള്ളത്. ആമേൻ. അതുകൊണ്ട് മണവാട്ടി, നിനക്കൊരു ദർശനം ഉണ്ടാകാൻ പാടില്ല മണവാളന്റേതല്ലാത്ത. മനസ്സിലായില്ല? മണവാളന്റേതല്ലാത്ത ഒരു ദർശനം മണവാട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ദർശനം ഉണ്ടെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ ദിവസം തന്നെ ഇതെല്ലാം കുഴിച്ചു മൂടണം. ഇതാ യേശു പറഞ്ഞത്, നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ഇന്ന് നിന്നെ ത്യജിച്ചോ, നിന്റെ ദർശനങ്ങളെല്ലാം കുഴിച്ചു മൂട. മനസ്സിലായോ? ഇതാണ് വില, ഇതാ വില. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴാ കുടുംബകലഹം ഉണ്ടാകണേ? ഭർത്താവ് പറയും, മോളെ ഇത് ചെയ്യാ. ഓ ചാച്ച, എനിക്ക് അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഇതൊക്കെയാ പറ്റത്തുള്ളൂ. എന്റെ മമ്മിയും പപ്പയൊക്കെ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചേ. എങ്ങോട്ടാ സ്ത്രീ പോണേ? തന്റെ ദർശനത്തിലേക്ക്, തന്റെ ദർശനത്തിലേക്ക്. അല്ല അച്ചാച്ചന്റെ ദർശനത്തിലേക്ക് ചേർന്നാലോ വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ മുഴുവൻ പ്രശ്നം എന്താ? നമുക്ക് എങ്ങോട്ട് ഓടണം? നമ്മുടെ ദർശനത്തിലേക്ക് ഓടണം. എന്റെ കാര്യം, എന്റെ കാര്യം, എന്റെ കാര്യം. യേശുവിനെ ആരാധിക്കാൻ വന്നെ എന്തിനാ? എന്റെ കാര്യം, എന്റെ കാര്യം, എന്റെ കാര്യം. ഇവിടെ നിന്ന് ആള് പറഞ്ഞെന്തുവാ? നിനക്ക് തരും, നിനക്ക് തരും, നിനക്ക് തരും. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കണ എന്തുവാ? നീ കൊടുക്ക, നീ കൊടുക്ക, നീ കൊടുക്ക, നീ വില കൊടുക്ക. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയരെ, ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം തരും. ഇന്നലെ നാം കേട്ടു ഇല്ലേ? ഹല്ലേലൂയ. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, സ്നേഹിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? കൊടുക്കും. ഇതിനു വേണ്ടി മാത്രമാണ് അവരുടെ കൂടുന്നത്. നിങ്ങളുടെ ബെസ്റ്റ് അവർക്ക് കൊടുക്കത്തില്ലേ? ഏറ്റവും ബെസ്റ്റ് കൊടുക്കത്തില്ലേ? ഒരു ഭാഗത്തേക്ക് മാത്രമല്ല സ്നേഹം. കർത്താവ് പറയാ, നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ. ഹല്ലേലൂയ. ഈ ലോകം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ടെസ്റ്റാണ്. എങ്ങനെയാ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണേ. ഭർത്താവ് പറയുക, കാന്തനായ യേശു പറയുക, നീ എന്റെ കൽപ്പനകളെ പാലിച്ചാൽ നീ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്റെ കൽപ്പനകളെ പാലിച്ചാൽ നീ എന്നെ സ്നേഹിക്കുന്നു. അത് ചുമ്മാ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. അതിന്റെ വായിൽ രുചിക്കും, പക്ഷേ നിന്റെ വയറ്റിനെ അത് കയ്പിക്കും. നീ അത് അനുസരിച്ചാൽ നീ വയറ്റിനെ കയ്പിക്കും. എന്താ കയ്പ്? നീ വില കൊടുക്കുകയാണ്. നീ വില കൊടുക്കുകയാ. എന്ത് വില? നിന്റെ സ്വയത്തെ നീ തകർക്കുകയാ, നിന്റെ സ്വപ്നങ്ങളെ നീ തകർക്കുകയാ, നിന്റെ ഇഷ്ടങ്ങൾ നീ തകർക്കുകയാ. നീ വില കൊടുക്കുക. കാരണം ഇത് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭാഗത്ത് ചിലത് കർത്താവ് പൊട്ടിച്ചോണ്ടിരിക്കുക, പക്ഷെ ഒരു ഭാഗത്ത് കർത്താവ് ചിലത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. ഹല്ലേലൂയ. പറഞ്ഞേ, എല്ലാത്തിനും വില വേണം. ഗ്ലോറി. നീ കർത്താവ് എന്തന്വേഷിക്കാനാ പറഞ്ഞേ? എന്തന്വേഷിക്കാനാ പറഞ്ഞേ? ദൈവരാജ്യം അന്വേഷിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടു. മണവാട്ടി എന്താ അന്വേഷിക്കണ്ടേ? മണവാളന്റെ വീട്. മണവാളന്റെ വീടാ മണവാട്ടി അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. കാമുകന്റെ വീടാണോ? കാമുകന്റെ വീടാണോ? പക്ഷെ ഇന്ന് മണവാട്ടി എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുക? കാമുകന്റെ വീട്.
അതുകൊണ്ടാണ് പറയുന്നത് ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് അറിയത്തില്ലേ വ്യഭിചാരികളായുള്ളവരെ. ആര്? സഹോദരന്മാർ. യാക്കോബ് 4:4 പറഞ്ഞേട്ടോ. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ വിളിച്ചിട്ടും നമുക്ക് ഇതുവരെയും മനസ്സിലായില്ല. അത് മനസ്സിലാക്കാനും വേണം ഒരു വില. ഏമേ 4:4 വ്യഭിചാരികളായുള്ളവരെ. ഇത് ആരാ വ്യഭിചാരിണികൾ? അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. സഹോദരന്മാരെ. അപ്പൊ ഇത് ആരോടാ പറയണേ? ആരോടാ പറയണേ? ആ സഹോദരന്മാരോട് ആണോ? നമ്മളോടാ. ഏമേ എന്തെന്നാ ദൈവത്തിനെ വിളിക്കണേ? 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ. കാരണം നിങ്ങൾ എന്താ അന്വേഷിക്കണേ? ഭർത്താവിന്റെ വീടാണോ കാമുവിന്റെ വീടാണോ? ആരാ നിങ്ങൾ നേരത്തെ നിങ്ങൾ അടക്കി വെച്ചോണ്ടിരുന്നേ? ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച്. ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു? അവന്റെ കണിയിൽ നിന്ന് വിടുവിച്ചു. ഇപ്പോഴും നിങ്ങൾ എന്താ അന്വേഷിക്കണേ? ലോകം. അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ? കർത്താവ് വ്യക്തമായിട്ട് കർത്താവിന്റെ വചനം അതാ വിളിക്കണേ. വ്യഭിചാരിണികളായുള്ളവരെ താഴേക്ക്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീർന്നു. ശത്രുവിനെ പിന്നെ വല്ലവരും കല്യാണം കഴിക്കോ? കല്യാണം കഴിക്കോ? ഇതാ പൗലോസ് അപ്പോസ്തലന്റെ ഭയം. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ ഭയപ്പെടുന്നു. കാരണം കുഞ്ഞുങ്ങളെ, നിങ്ങൾ അടിസ്ഥാനം മാത്രമേ ഇട്ടിട്ടുള്ളൂ, എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സർപ്പ അവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിപ്പോ മണവാളനിൽ നിന്ന് മാറി കാമുകന്റെ വീട്ടിലേക്കായി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഭയപ്പെടുകയാ. കാരണം വിവാഹം നടക്കത്തില്ല. ദൈവത്തെ ശത്രുവാക്കിയാ പിന്നെ, മണവാളനെ ശത്രുവാക്കിയാ പിന്നെ വിവാഹം നടക്കത്തില്ല. ആമേൻ. 2 കൊരിന്ത്യർ 11:2 വായിച്ചു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ആമേൻ. എല്ലാവർക്കും ഇല്ല കേട്ടോ. എരിവ് ദൈവത്തിന്റെ എരിവോടെ എരിയുന്ന ദൈവദാസന്മാർക്കേ ഉണ്ടാവുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. മറ്റു പലതിനും വേണ്ടി എരിയുന്ന ദൈവദാസന്മാർക്ക് ഇതൊന്നുമില്ല. ഹല്ലേലൂയ. വന്നോ ഇല്ലയെന്ന് അറിഞ്ഞാൽ മതി. വന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. പക്ഷെ ഇതുപോലെയുള്ള ദൈവദാസന്മാരുണ്ടെങ്കിൽ അകത്തൊരു എരിവ. ഹല്ലേലൂയ. ആമേൻ. അകത്തൊരു എരിവ. ഏതെരിവ്? ദൈവത്തിന്റെ എരിവോടെ എരിയുകയാണ്. ഗ്ലോറി. എന്താണ് താഴേക്ക് വായിച്ചു? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ കൊറിന്ത്യ സഭ പൗലോസ് അപ്പോസ്തലന്റെ 2ാം മിഷണറി യാത്രയിൽ ഉണ്ടായതാണ്. ആമേൻ. അപ്പോ ഇവിടെ പറയുന്ന രംഗം ഇതാണ്, ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ആരുമായിട്ട്? ക്രിസ്തു എന്ന ഏക പുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും ആയാൽ വിവാഹം നടക്കത്തില്ല. ഞാൻ ഭയപ്പെടുകയാണ്. ആമേൻ. വിവാഹ നിശ്ചയമാണ് സാൽവേഷൻ. ആമേൻ. വിവാഹ നിശ്ചയമാണ് സാൽവേഷൻ. വിവാഹമാണ് ഇൻഹെറിറ്റിംഗ് ദ കിങ്ഡം. മനസ്സിലായോ? വിവാഹ നിശ്ചയമാണ് സാൽവേഷൻ. രക്ഷ സൗജന്യമാണ്. ആമേൻ. ഹല്ലേലൂയ. വിവാഹമാണ് ഇൻഹെറിറ്റിംഗ് ദ കിങ്ഡം. ഗ്ലോറി. ഹല്ലേലൂയ. തന്റെ പുത്രന് വേണ്ടി വധുവിനെ അന്വേഷിക്കുന്ന പിതാവ്. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുത്രൻ മണവാട്ടിയെ വിടുവിച്ചു. പിശാചിന്റെ കെണിയിൽ നിന്ന്, കാമുകന്റെ കെണിയിൽ നിന്ന് വിടുവിച്ചു. ഇതാ പിതാവ് കാത്തിരിക്കുകയാ. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? പുത്രനോട് കൂടെ മണവാട്ടി ദൈവരാജ്യത്തിൽ കയറണം. ഹല്ലേലൂയ. വിവാഹം നടക്കത്തില്ല. കർത്താവ് പറയുക, ഞാൻ നിന്നെ എന്റെ വായിലിട്ട് രുചിക്കുകയാ. നീ ഉഷ്ണവാനാണോ, ആത്മീയനാണോ, അതോ ശീതവാനാണോ, ലോകമനുഷ്യനാണോ? നിന്നെ ഞാൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. എന്റെ വായിലാ നീ ഇരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇറക്കാം, അല്ലെങ്കിൽ തുപ്പാം. രണ്ടും ചെയ്യാം. നീ ലോകമനുഷ്യനുമല്ല, ദൈവമനുഷ്യനുമല്ല. രണ്ടും കെട്ട് നടക്കുന്നത് കൊണ്ട് ഞായറാഴ്ച 2 മണിക്കൂർ നീ ഇറച്ചിലുമുണ്ട്. അല്ലാത്ത സമയങ്ങളെല്ലാം നീ ലോകത്തിൽ ലോകമകനായിട്ടും ലോകമകളായിട്ടുമുണ്ട്. നിന്നെ ഞാൻ എന്റെ വായിൽ തുപ്പിക്കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന് ജനമേ, ഓടുന്നുവെങ്കിൽ
ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താ